നമ്മളൊക്കെ ചിന്തിച്ചു, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ അറിഞ്ഞു. ദൈവം ചെയ്യുന്ന ആ സ്നേഹത്തിൻ്റെ വലിപ്പം നമ്മൾ തിരിച്ചറിഞ്ഞു. കാരണം അത് അത്രത്തോളം വലുതാ. ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു, അവൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ ചേർക്കുന്നു. നമ്മളിന്ന് രാവിലെ ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥനയുടെ ആ വരം. പ്രാർത്ഥിക്കുമ്പോൾ, മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൈവിക വരം, നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വരം, അത് പ്രധാനപ്പെട്ട 3 ഘടകങ്ങളെ നമ്മൾ കണ്ടു, തിരിച്ചറിഞ്ഞു. ദൈവം, അതായത് ഒരുവൻ പ്രാർത്ഥനയുടെ വരമുള്ള ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവം, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന ആ ദൈവത്തെ നമ്മൾ വചനത്തിലൂടെ നമ്മൾ കണ്ടു, നമ്മളത് മനസ്സിലാക്കി. അതിനുശേഷം യേശുവിൻ്റെ ആ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിഞ്ഞത്, അത് എത്രത്തോളം വലുതാണ്. അവൻ്റെ കരുണ നമ്മളിലേക്ക് ചൊരിഞ്ഞത്. പാപിയായിരുന്നപ്പോ, അത് പാപത്തിന്റെ ചെളിക്കുഴിയിലായിരുന്നപ്പോ, ചേറ്റിലായിരുന്നപ്പോ അവിടെ നിന്ന് നമ്മളെ വിടുവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുപോയ ആ യേശുവിനെ നമ്മൾ അറിഞ്ഞു. അത് നമ്മൾ വായിച്ചു, നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അപ്പസ്തോലന്മാർക്കുണ്ടായ ഒരു കൺഫ്യൂഷൻ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പസ്തോലന്മാർക്കുണ്ടായ ഒരു സ്റ്റേജ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ഇതെല്ലാം ആയിരുന്നിട്ടും, ഇതൊക്കെ ആയിരുന്നിട്ടും നമ്മൾ ശ്രദ്ധിച്ചേ, 3.5 വർഷക്കാലം ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നു. നമ്മളിന്ന് രാവിലെ ബ്രദർ പറഞ്ഞ പോലെ 3.5 വർഷക്കാലം ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നു. അത്ഭുതം കണ്ടു, അടയാളം കണ്ടു, വലിയ അത്ഭുതങ്ങൾ. മരിച്ച് 4 ദിവസമായി ശരീരത്തിൽ നിന്നും, എല്ലിൽ നിന്നും ആ മാംസ കഷ്ണങ്ങൾ വേർതിരിഞ്ഞ് പോയിട്ടും അവനെ വീണ്ടും ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നത് നഗ്ന നേത്രം കൊണ്ട് കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും, ഇതെല്ലാം അറിഞ്ഞിട്ടും, ഇതെല്ലാം അനുഭവിച്ചിട്ടും പിന്നെയും യേശുവിൽ നിന്നും വിട്ടുപോകുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാം. സുവിശേഷത്തിൽ നമ്മൾ അതാ കാണുന്നത്. പിന്നെയും ഭയന്ന് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാര്, മനസ്സിലാക്കാതെ അകത്ത് ഭയപ്പാടോട് കൂടെ ഇരിക്കുന്നവര്, യേശു പ്രത്യക്ഷപ്പെട്ട് ഞാനാണ് എന്ന് പറഞ്ഞിട്ടും യേശുവിനുള്ള ബോധ്യം നൽകിയിട്ടും പിന്നെ മത്സ്യത്തിന്റെയും വലയുടെയും പിന്നാലെ പോകുന്ന പത്രോസിനെ കാണാം, യാക്കോബിനെ കാണാം, യോഹന്നാനെ കാണാം, തോമസിനെ കാണാം. ഇവരെല്ലാവരും, പത്രോസ് ഒരുവനാ പറഞ്ഞേ, ഞാൻ പോവുക, വലയിടാൻ പോവുക, ഞാൻ വള്ളത്തിലേക്ക് പോവുക. അത് പറഞ്ഞപ്പോ എന്നാൽ ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞ് കൂടെ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കിപ്പോ ദൈവം നൽകിയ ഒരു കൃപ, ദൈവം നൽകിയ ഒരു അനുഗ്രഹം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരുവൻ പാപത്തിലേക്ക് പോയപ്പോ, ഒരു വ്യക്തി പഴയ മേഖലയിലേക്ക് പോയപ്പോ, അല്ലെങ്കിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ വള്ളം ഉപേക്ഷിക്കണം, നീ നിന്റെ വല ഉപേക്ഷിക്കണം, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നീ മനുഷ്യരെ പിടിക്കാനാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്, അല്ലാതെ വള്ളത്തിന്റെ പിന്നാലെ പോകരുത്, വലയുടെ പിന്നാലെ പോകരുത്. നിനക്ക് ഞാൻ വച്ചിരിക്കുന്ന കാര്യം ഇതാ, അതുകൊണ്ട് നീ എന്റെ പിന്നാലെ തന്നെ വരണമെന്ന് പറഞ്ഞു. എന്നാൽ ആ പത്രോസ് പറഞ്ഞു, ഞാൻ വള്ളത്തിന്റെ പിന്നാലെ പോവുക, ഞാൻ വലയുടെ പിന്നാലെ പോവുക. ഇത് പറഞ്ഞ് കേട്ട മാത്രമേ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുന്നുണ്ട്. അത് കൂടെ ഉണ്ടായിരുന്ന യാക്കോബും യോഹന്നാനും തോമസും എല്ലാവരും പറഞ്ഞു, എന്നാൽ ഞങ്ങളും വരിക, അത് ഞങ്ങൾ നിന്റെ പിന്നാലെ വരിക. നമുക്കൊക്കെ അറിയാം, ഈ ഭൂമിയിൽ, ഈ ലോകത്ത് ദൈവവചനത്തിലേക്ക് നമ്മളെ വിളിച്ചു വേർതിരിക്കാൻ ദൈവത്തിന്റെ ഒരു ദാസനെ ഒരുക്കി. പ്രിയപ്പെട്ട ശിവബ്രതനെ നമുക്ക് വേണ്ടി ഒരുക്കി. അനേക വ്യക്തികൾ പല കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ അടുത്തില്ല, ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞില്ല. പക്ഷേ ബ്രദറിലൂടെ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട മാത്രയിൽ എവിടെയൊക്കെയോ നമ്മളെ സ്പർശിച്ചു, നമ്മളെ വചനം എവിടെയൊക്കെയോ തൊട്ടു, നമ്മൾ എവിടെയൊക്കെയോ വചനം പിടിച്ചു വലിച്ച് അവന്റെ സ്വന്തമാക്കി മാറ്റി. അതിനുവേണ്ടി ദൈവം ഒരു ദാസനെ ഉപയോഗിച്ചു, ദൈവം ഒരുവനെ ഉപയോഗിച്ചു, ഒരുവനെ ദൈവം തെരഞ്ഞെടുത്ത് ആക്കി. ഈ കേരളത്തിന്റെ ഒരു ദേശത്ത്, ഒരു അങ്ങേയറ്റത്ത്, ഒരു മലയോര പ്രദേശത്ത് അവിടെ ആയിരുന്ന പ്രിയപ്പെട്ട ദൈവദാസനെ വിളിച്ചു വേർതിരിച്ച് വർഷങ്ങളോളം കഷ്ടതയിൽ, വർഷങ്ങളോളം പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധിയിലിട്ട് വളർത്തി വലുതാക്കി നമ്മുടെ മുൻപിൽ വചനമായി ബ്രദർ വരുമ്പോ, ക്രിസ്തുവിന്റെ വചനമായി വരുമ്പോ അനേക പ്രതികൂലങ്ങളിലൂടെ, അനേക പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്നേ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാ ദൈവദാസനെ. നമ്മൾ പത്രോസിനോട് യേശു പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ? പത്രോസേ, നിന്നെ പതിരുപോലെ പാറ്റാൻ പിശാച് ശ്രമിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിന്നെ പതിരുപോലെ പാറ്റാൻ
പിശാചു ശ്രമിച്ചു. എന്തുകൊണ്ടാ പത്രോസിനെ പതിര് പോലെ മാറ്റാൻ ശ്രമിക്കുന്നേ? എന്തുകൊണ്ടാ യാക്കോബിനെ നോക്കാത്തെ? എന്തുകൊണ്ടാ യോഹന്നാന്റെ പിന്നാലെ പോകാത്തെ? എന്തുകൊണ്ടാ തോമസിന്റെ പിന്നാലെ പോകാത്തെ? മറ്റു 11 ശിഷ്യന്മാരിൽ നിന്നും മാറി പത്രോസിന്റെ പിന്നാലെ പതിര് പോലെ മാറ്റാൻ ശ്രമിക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പത്രോസ് വലയിടാൻ പോയ മറ്റുള്ളവരും അതിന്റെ പിന്നാലെ വലയിടാൻ പോകും. പത്രോസ് വള്ളത്തിന്റെ പിന്നാലെ പോയ മറ്റുള്ളവരും അതിന്റെ പിന്നാലെ വള്ളത്തിന്റെ പിന്നാലെ പോകുമെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ടാണ് പത്രോസിനെ പതിര് പോലെ മാറ്റാൻ ശ്രമിക്കുന്നത്. അത് യേശുവിനെ അറിയാം. അതുകൊണ്ടാ യേശു പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥന ശിഷ്യന്മാരുടെ കൂടെയുണ്ട്. യേശുവിന്റെ പ്രാർത്ഥന അപ്പസ്തോലന്മാരുടെ കൂടെയുണ്ട്. യേശുവിന്റെ പ്രാർത്ഥന ഇന്ന് നമുക്കുമുണ്ട്. അതുകൊണ്ടാ തകർച്ചയുടെ, പ്രതികൂലത്തിന്റെ, പ്രതിസന്ധികളുടെ നടുവിലും കൊടുങ്കാറ്റിന്റെ നടുവിലും ദൈവം നമ്മെ നിർത്തുന്നത്. ആ ദൈവവചനത്തിൽ നമ്മെ ദൈവം നിർത്തുന്നത്. ഒരുവനും വീണു പോകരുത്, ഒരുവൻ പോലും വീണു പോകരുത്, അഴുക്ക് ചാലിൽ പോകരുത്. അതുകൊണ്ട് പത്രോസേ, നിന്നെ പതിര് പോലെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് മിനിസ്ട്രിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി കർത്താവായ യേശു ആഗ്രഹിക്കുക. ശിഷ്യന്മാര് പോയതുപോലെ നീ പോകരുത്. നീ ചേർന്ന് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുക. നമുക്കറിയാം, ഇതൊക്കെ അതായത് 3.5 വർഷക്കാലം ഉണ്ടായിട്ടും ഇത്രയും അനുഭവങ്ങളും അനുഭവ സമ്പത്തും അത്ഭുതവും എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാ പത്രോസ് പിന്നെയും പറഞ്ഞത് ഞാൻ വള്ളത്തിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞത്? ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യം ലഭിക്കാനുണ്ട്. ചില ബോധ്യങ്ങൾ അവർക്ക് ലഭിക്കാനുള്ളത് കൊണ്ടാണ്. ആ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോ, ആ ബോധ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുമ്പോ അവർക്കൊരു കാര്യം മനസ്സിലാകും, കർത്താവാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായത് എന്ന്. നമ്മൾ വചനത്തില് നമ്മൾ ഇന്ന് രാവിലെ 1-2 വചനങ്ങൾ നമ്മൾ വായിച്ചാ പോയത്. പ്രിയപ്പെട്ട ശിവബ്രദർ പറഞ്ഞ ആ ഒരു ക്ലാസ്സിലൂടെ, അതായത് പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു പരിശുദ്ധാത്മാവ്, പിതാവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ ആക്കിയ മേഖലകളൊക്കെ നമ്മൾ വായിച്ചു. നമ്മളൊരു 1-2 വചനം കൂടി ഒന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം. യേശു പറഞ്ഞു, എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. യേശു പറഞ്ഞു, ഒന്നിനും വായിച്ചോ മോനെ, ആ വചനം വായിച്ചോ. യേശു പറഞ്ഞു, എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവന്റേതത്രേ. എന്നെ അയച്ചവന്റെയാണ് എന്റെ പ്രബോധനം. എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, പകരം അത് എന്നെ അയച്ചവന്റെ പ്രബോധനമാണ്. അപ്പൊ യേശു പരസ്യ ജീവിതത്തിൽ 3.5 വർഷക്കാലം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായപ്പോഴും ശിഷ്യന്മാർക്ക് ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്താണ് ഈ പറയുന്നത്? അവർക്ക് പ്രബോധനങ്ങൾ മനസ്സിലായി, മിശിഹ ആണെന്ന് അവർ അംഗീകരിച്ചു, യേശു മിശിഹ ആണെന്ന് പൂർണ്ണ ബോധ്യം അവർക്ക് ലഭിച്ചു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതിനും അപ്പുറം അവർ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് അനുഭവിച്ചൊരു ദൈവമുണ്ട്. യാഹ്വേ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, സർവശക്തനായ ദൈവം, അവൻ നീതിയായ ദൈവം, പ്രകാശത്തിൽ വസിക്കുന്നവൻ. അവനെ കാണാൻ സാധിക്കത്തില്ല. കാരണം തന്റെ പ്രവാചകന്മാരായ മോശ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഈ താഴോട്ട് ഇറങ്ങി വന്നപ്പോ, സീനായ് മലയിലേക്ക് ഇറങ്ങി വന്നപ്പോ സീനായ് മല ജ്വലിച്ചു, അത് കത്തി അമർന്നു. അതുകൊണ്ട് അതിലേക്ക് അടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതിലേക്ക് അടുക്കുന്നവർ കത്തി അമരുന്ന അവസ്ഥയായിരുന്നു. അത്രത്തോളം പ്രകാശത്തിൽ വസിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് സർവശക്തനായ യഹോവ എന്ന് അവരുടെ പിതാക്കന്മാർ പറഞ്ഞത് അവർക്കറിയാം. അവരുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് ആ ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യത്തിൽ അവർ നിൽക്കുമ്പോ മിശിഹ യേശു പറയുന്ന പ്രബോധനങ്ങളെ പൂർണ്ണമായി അപ്പസ്തോലന്മാർ സ്വീകരിക്കുന്നു. യേശു പറയുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർ സ്വീകരിക്കുന്നു. യേശുവിനെ മിശിഹായ അംഗീകരിക്കുന്നു. എല്ലാം ഓക്കെ, എല്ലാം ഫുൾ ഓക്കെ, എല്ലാം അവർ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യം യേശു പറയുന്നത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ഒരു മേഖല യേശു എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. 7-ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ച അത് 16-ാം വാക്യം. യേശു പറഞ്ഞു, എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവന്റേതത്രേ. യോഹന്നാന്റെ സുവിശേഷം 12:49 കൂടി ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 12:49 അതുകൂടി വായിക്കുമ്പോൾ യേശു പറഞ്ഞ ആ അർത്ഥതലം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്, ഞാൻ എന്തു പറയണം, എന്തു പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. യേശു ഇവിടെ എല്ലാം പറയുന്നത്
എൻ്റെ പ്രബോധനം, എൻ്റെ വാക്ക്, എൻ്റെ ഓരോ കാര്യങ്ങളും, ഓരോ അനക്കവും എൻ്റെ അല്ല, പകരം ആരുടെയാണ്? എൻ്റെ പിതാവിൻ്റെയാണ്. ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അല്ല, പകരം ആരുടെയാണത്? എൻ്റെ പിതാവിൻ്റെയാണ് എന്ന് യേശു വ്യക്തമായി ഒരു ബോധ്യം കൊടുക്കുക. അതും അവർ അംഗീകരിച്ചു. ഓക്കെ, ആക്സെപ്റ്റഡ്, അതും ശരി. അപ്പൊ യേശു എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പിതാവ് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ പലപ്പോഴും അറിയാലോ, നമ്മളിപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഷിബു ബ്രദറിന്റെ നിർദ്ദേശവുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ നിൽക്കുന്നത്. ദൈവാത്മാവായിരിക്കും നമ്മളെ നടത്തുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ഗൈഡിങ് എപ്പോഴും ബ്രദർ ഞങ്ങളിലൂടെ നടത്താറുണ്ട്. അപ്പൊ ഈ ഒരു തലം നമുക്കറിയാം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിന്റെ 16-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 7:16 അതുപോലെ 12:49 യേശു പറഞ്ഞതൊക്കെ അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. യേശു പറയുകയാണ്, സത്യാത്മാവ് വരുമ്പോൾ നിന്നെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവിടെ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് എന്ന സത്യാത്മാവ് വന്നാലേ ഈ പൂർണ്ണത, യേശു പറഞ്ഞ വാക്കുകളുടെ, വചനങ്ങളുടെ അർത്ഥതലം, അതിന്റെ പൂർണ്ണത എനിക്ക് വെളിവാക്കപ്പെടത്തുള്ളൂ. അതുവരെ അതിന്റെ ഒരു ലിമിറ്റഡ് റെവലേഷൻ മാത്രമേ ശിഷ്യന്മാർക്ക് പോലും ലഭിക്കുന്നുള്ളൂ. സത്യാത്മാവ് വരുമ്പോ സത്യത്തിന്റെ പൂർണ്ണത, യഥാർത്ഥ ദൈവത്വത്തിന്റെ പൂർണ്ണത നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പൂർണ്ണത മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ആ പരിശുദ്ധാത്മാവും കേൾക്കുന്നതാണ് സംസാരിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പരിശുദ്ധാത്മാവും വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് പിതാവിൽ നിന്ന് കേട്ട് എന്താണോ പിതാവ് പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ആരുടെ ആത്മാവാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് വചനം പറയുന്നത് പിതാവിന്റെ ആത്മാവെന്നും പുത്രന്റെ ആത്മാവെന്നും പറയുന്നുണ്ട്. നമ്മൾ തൊട്ടു മുമ്പ് പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചപ്പോഴും ഈ യോഹന്നാന്റെ സുവിശേഷം 14-ലും 16-ലും നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചു, നമ്മളവിടെ പഠിച്ചു മനസ്സിലാക്കി. യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ചെയ്തു തരും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു തന്നെ അത് ചെയ്തു തരും. യേശുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കും. ഇതൊക്കെ നമ്മൾ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതെല്ലാം കൊളാബറേറ്റ് ചെയ്ത് വായിക്കുന്നുണ്ട്, കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വായിക്കുന്നുണ്ട്. ഇവിടെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്. അവനും സ്വമേധയല്ല സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവനും കേൾക്കുന്നത്, പിതാവിൽ നിന്ന് കേൾക്കുന്നതാണ് സംസാരിക്കുന്നത്. ഇവിടെ യേശു വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഏകത്വം, അത് തമ്മിലുള്ള ട്രിനിറ്റിയിലെ ആ ദൈവീകത, ആ ദൈവീക വ്യക്തിത്വങ്ങളുടെ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും നമ്മളുടെ മേൽ അനുഭവവേദ്യമാകുന്ന ദൈവത്തിന്റെ പൂർണ്ണതയിൽ പിതാവെന്ന വ്യക്തിത്വവും പുത്രനെന്ന വ്യക്തിത്വവും പരിശുദ്ധാത്മാവ് വ്യക്തിത്വവും ഇത് മൂന്നും ഒന്നാണെന്നും ഇത് ഏകമാണെന്നും അത് ഏക ദൈവമാണെന്നും സർവശക്തനായ പത്രോസേ നിനക്ക് വെളിപ്പെട്ട, മോശയ്ക്ക് വെളിപ്പെട്ട, ഏലിയാക്ക് വെളിപ്പെട്ട, ഏലീഷാക്ക് വെളിപ്പെട്ട, പ്രവാചകന്മാർക്ക് വെളിപ്പെട്ട സർവശക്തനായ ദൈവത്വത്തിന്റെ പൂർണ്ണത നിനക്ക് ലഭിക്കുന്നത് ഈ ഒരു ഏകത്വത്തിലാണ്, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണെന്ന്. അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴേ വെളിപ്പെടത്തുള്ളൂ. അതായത് വചനം ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്, യേശു തന്റെ പരസ്യ ജീവിത കാലത്ത് 3.5 വർഷക്കാലം ശിഷ്യന്മാർ കൂടെ ഉണ്ടായപ്പോഴും അവർക്ക് എല്ലാം മനസ്സിലായി, യേശു ആണെന്നും മിശിഹായാണെന്നും ദൈവത്വമാണെന്നും ദൈവിക കാര്യങ്ങൾ ഇതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ട്രിനിറ്റിയിലെ ആ ഏകത, ആ ഏകീകരണം അവർക്കത് മനസ്സിലായില്ല. ഈ പിതാവ് തന്നെ, ഞാൻ തന്നെ പുത്രൻ, ഞാൻ തന്നെ പിതാവ്, ഞാൻ തന്നെ പരിശുദ്ധാത്മാവ്. യേശു പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു പറയുന്ന ആ തലം അവർക്ക് മനസ്സിലായില്ല, ആ പൂർണ്ണത അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് വചനം പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, വെളിപ്പെട്ടിട്ടും, അതായത് യേശു പല പ്രാവശ്യം അവർക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടും, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടും പിന്നെയും വലയെടുത്ത് പോയ പത്രോസ് പരിശുദ്ധാത്മാവ് വന്നിട്ട്
പിന്നെ പോയത് നമ്മൾ കാണത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നിട്ട് പിന്നെ തിരിച്ചു പോയില്ല. കാരണം അവർക്കൊരു കാര്യം വെളിപ്പെട്ടു. പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം തന്നെ, ആകാശത്തിൽ പ്രകാശത്തിൽ വസിക്കുന്ന സ്വർഗത്തെ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന പുത്രൻ, താൻ ആ ദൈവ തുല്യനായവൻ തന്നെയാണ് പുത്രൻ എന്ന് ഒരു ബോധ്യം അവർക്ക് ലഭിച്ചു. അതിന്റെ പൂർണ്ണത, സത്യത്തിന്റെ പൂർണ്ണത അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ പൂർണ്ണതയിലേക്ക് അവരപ്പോഴാണ് കടന്നു വന്നത്. അവിടെയാണ് അവർക്കൊരു തിരിച്ചറിഞ്ഞു വന്നത്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് കഴിഞ്ഞ 3.5 വർഷക്കാലം ഞങ്ങളുടെ കൂടെ നടന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമാണ് ഞങ്ങളുടെ കൂടെ കാനായിൽ ഉണ്ടായതെന്ന്, ഞങ്ങളുടെ കൂടെ അത്ഭുതങ്ങൾ ചെയ്തതെന്ന്. ആ സമരിയാക്കാരി സ്ത്രീയുടെ മുൻപിൽ വന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെന്ന്, ഈ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവമാണെന്ന് ഞങ്ങളുടെ കൂടെ ഈ 3.5 വർഷക്കാലം ഉണ്ടായത്. ഓ, പിന്നെ ശിഷ്യന്മാർക്ക് എവിടെ പോകാൻ പറ്റും? പിന്നെ എന്ത് തേടി അവർ പോകുന്ന? ഈ ലോകത്തെ തേടി അവർ പോകുവോ? വല തേടി പോകുവോ? മത്സ്യത്തെ തേടി പോകുവോ? എന്തെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഒരു കാര്യം ഈ ദൈവത്തിലും വലുതായി, ഈ സൃഷ്ടാവായ ദൈവത്തിലും വലുതായി അവർക്കുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ, ഇന്ന് എന്നെ വീണ്ടെടുത്തവൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ യേശുവാ. ഇന്ന് നമ്മെ ഈ കൂട്ടായ്മയിലിരിക്കുന്ന നിങ്ങളെ വീണ്ടെടുത്തവൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ യേശുവാ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ ചൊരിഞ്ഞ സ്നേഹം ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെയാ. ഈ ദൈവമാ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ആ ദൈവമാ നമുക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായത്. അവനാ നമുക്ക് വേണ്ടി യാഗമായി മാറിയത്. അവനാ കുരിശു ചുമന്നത്. ശിമയോൻ യേശുവിന്റെ കുരിശ് ചുമക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമായി ഞങ്ങളുടെ കാത്തലിക് സഭയുടെ കുരിശിന്റെ വഴിയിലുള്ളൊരു വാക്ക്, ഈശോയെ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്. അതായത് ശിമയോൻ യേശുവിന്റെ കുരിശ് ചുമക്കാൻ നിർബന്ധിച്ച ആ സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒന്ന് ചിന്തിച്ചേ, യേശുവിന്റെ കുരിശ്, നമ്മൾ 2000 വർഷം മുമ്പ് നമ്മൾ ജീവിക്കുക, 2000 വർഷം പുറകോട്ട് നമ്മൾ പോവുക. അവിടെ ആ കാലത്ത് ഇസ്രായേലിന്റെ ആ സമയത്ത് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുക. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ കിറേനക്കാരനായ ശിമയോനെ പോലെ ഞാനും നിങ്ങളും നടന്നു വരികയാ. അപ്പൊ കുറ്റവാളി എന്ന് മുദ്രകുത്തി റോമൻ പടയാളികൾ അടിച്ച് അവനെ ഒരു കുരിശ് ചുമക്കാൻ നിർബന്ധിച്ച് അവനെ അടിച്ചുകൊണ്ട് മുന്നോട്ട് ക്രൂശിലേക്ക് നടന്നെടുക്കുമ്പോ നിങ്ങളോട് പറയുക, ഇവന്റെ കുരിശൊന്ന് ചുമക്കണം, ഞങ്ങൾക്ക് ഇവനെ ജീവനോടെ കുരിശിൽ തറയ്ക്കണം. അതുകൊണ്ട് ഇവന്റെ കുരിശൊന്ന് നീ ചുമക്കണം എന്ന് പറഞ്ഞ് എത്ര പേരുണ്ടാവും അവന്റെ കുരിശ് ചുമക്കാൻ? നമ്മൾ ഈ കൂട്ടായ്മയിൽ എത്ര പേരുണ്ടാവും? 124 പേര് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഇപ്പോഴും പ്രാർത്ഥനയിലുണ്ട്. എത്ര പേരുണ്ടാവും? നമ്മൾ എത്ര പേരുണ്ടാവും ആ യേശുവിന്റെ കുരിശ് ചുമക്കാൻ? എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഉണ്ടാകില്ല. ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞു രക്ഷപ്പെടും. കാരണം അവഹേളനത്തിന്റെ ഒരു പ്രതീകമായ ക്രൂശ് ചുമക്കാൻ, ലോകം മുഴുവൻ തിന്മയെന്ന് മുദ്രകുത്തുന്ന ഒരു ക്രൂശ് ചുമക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ അവഹേളനത്തിന്റെ പാത്രമാകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പക്ഷേ നമുക്ക് വേണ്ടി അവഹേളന പാത്രമായി മാറിയ, നമുക്ക് വേണ്ടി ആ ക്രൂശ് ചുമന്ന ആ യേശുവിനെയാ നമ്മൾ കാണുന്നത്. അവിടെയാ യേശു ചെയ്ത കൃപ, ആ കരുണ നമ്മളിങ്ങനെ അനുഭവിച്ചറിയേണ്ടത്. ഒരുപക്ഷെ ശിമയോനും താല്പര്യമില്ലാതെ, അങ്ങനെ തന്നെയാ വചനം പറയുന്നത്, നിർബന്ധിച്ച ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ റോമൻ പടയാളികളെ ഭയന്ന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൻ ആ കുരിശ് ചുമന്നു. വേറെ യാതൊരു മാർഗമില്ലാത്തതുകൊണ്ട് അവൻ ആ ക്രൂശ് ചുമന്നു. അവൻ ആ ക്രൂശ് ചുമന്ന് യേശുവിന്റെ ക്രൂശിന്റെ അടുത്ത്, കാൽവരിയുടെ അടുത്ത് വരെ കൊണ്ടുവന്നപ്പോഴും ശിമയോന്റെ ചിന്ത ചെയ്താ, ഓ, ലോകത്തിന്റെ അവഹേളനമായി ഞാൻ മാറിയല്ലോ, എന്ത് ശപിക്കപ്പെട്ട ജന്മമായി എന്റേത്. ഇങ്ങനെ ഒരു തടവറയിൽ ഒരു കൊലയാളിയുടെ അല്ലെങ്കിൽ ഒരു മോശക്കാരനെന്ന് റോമൻ പടയാളി മുദ്രകുത്തി കൊലക്കളത്തിലേക്ക് നയിക്കുന്നവന്റെ കുരിശ് ചുമക്കാനാണല്ലോ ഞാൻ ആയത് എന്നൊക്കെ പഴിവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ ശിമയോൻ. ഇങ്ങനെയെല്ലാം യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് ആ യേശുവിനെ ക്രൂശി തറയ്ക്കുമ്പോഴും, ലോകം മുഴുവൻ യേശുവിനെ അവഹേളിക്കുമ്പോഴും, പടയാളികൾ അവഹേളിക്കുമ്പോഴും, അത്ഭുതം കണ്ടവരും അത്ഭുതം അനുഭവിച്ചവരും യേശുവിനെ പഴിക്കുമ്പോഴും
ഒരുപക്ഷെ ശിമയോനും ഇതെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ കരുതിയിട്ടുണ്ടാകും. അവൻ വേദനയോടെ പോയി അവന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം, വെള്ളിയാഴ്ച കഴിഞ്ഞ്, ശനിയാഴ്ച കഴിഞ്ഞ്, ഞായറാഴ്ച കേട്ട വാർത്ത കേട്ടപ്പോ ശിമയോൻ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ചുമന്ന കുരിശ് വെറുതെയല്ല, ഞാൻ ചുമന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിന്റെ കുരിശ. എന്റെ കൂടി പാപമാ ഞാൻ ചുമന്നത് എന്ന് ശിമയോന് മനസ്സിലായിട്ടുണ്ടാകും. ആ ശിമയോന്റെ അഭിമാനം നമ്മൾ ഓർക്കണം. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, റൂഫസിന്റെ പിതാവായ, അലക്സാണ്ടറിന്റെ പിതാവായ ആ ശിമയോൻ എന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം റൂഫസും ആ അലക്സാണ്ടറും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. കാരണം എന്റെ യേശുവിന്റെ ക്രൂശ് ചുമന്നിട്ടുണ്ടെങ്കിൽ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കാരണം അത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ കുരിശാണ് അവൻ ചുമന്നത്. ഇന്ന് എത്ര പേർക്ക് ഈ ഒരു ബോധ്യം കിട്ടും? കർത്താവേ, സർവശക്തനായ ഭൂമിയുടെ സൃഷ്ടാവായ സകലത്തിനെയും അധിപനായ ദൈവം എനിക്ക് വേണ്ടി ക്രൂശ് ചുമന്നു. ആ ദൈവം, ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം എനിക്ക് വേണ്ടി ക്രൂശ് ചുമന്നു, എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, എനിക്ക് വേണ്ടി യാഗമായി മാറി, എനിക്ക് വേണ്ടി അവൻ എല്ലാം ആയെങ്കിൽ ഇന്ന് എന്താ എനിക്ക് പകരം കൊടുക്കാൻ പറ്റുക? ഇന്ന് എന്താ എനിക്ക് പകരം കൊടുക്കാൻ പറ്റുക? പലപ്പോഴും വചനം വായിക്കുമ്പോൾ പത്രോസ് വള്ളമെടുത്ത് പോയത് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇന്ന് തിരിച്ചറിവാ, എൻ്റെ ദൈവം ദൈവത്തിന്റെ തുലനത്തിൽ നിന്നും, തുല്യതയിൽ നിന്നും, പൂർണ്ണതയിൽ നിന്നും അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലായിരുന്നപ്പോ എനിക്ക് വേണ്ടി കുരിശു ചുമന്നവനാ, എനിക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിഞ്ഞവനാ, എനിക്ക് വേണ്ടി മരണം വഹിച്ചവനാ, എനിക്ക് വേണ്ടി ഒരു വെറും മരപ്പണിക്കാരനായി 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചവനാ എൻ്റെ ദൈവം. ഇന്ന് ജോലിയിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് വിഷമമാ, ഒരു രോഗം വരുമ്പോൾ നമുക്ക് വിഷമമാ, ഒരു പ്രതികൂലം വരുമ്പോൾ നമുക്ക് വിഷമമാ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു കിട്ടിയില്ല വിഷമമാ, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു കിട്ടിയില്ല വിഷമമാ, കൊച്ചിനൊരു രോഗം വന്നു, അത് വന്നപ്പോ തന്നെ വിഷമമാ, കർത്താവിനോട് പരാതിയാ, എന്ത് ഇങ്ങനെ കർത്താവ്, എന്ത് ഇങ്ങനെ ദൈവമേ, എന്ത് ഇങ്ങനെ. കർത്താവ് നമ്മളോട് ചോദിക്കുക, ഞാൻ നിന്നോട് എന്ത് പരാതിയാ പറഞ്ഞിട്ടുള്ളേ? 33 വർഷക്കാലം ഒരു വെറും തച്ചനായി, ഒരു മരപ്പണിക്കാരനായി ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ട് ഞാൻ എന്ത് പരാതിയാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളേ? എന്റെ ദൈവത്തിന് തുലനായിരുന്നിട്ടും അതിൽ നിന്നും ശൂന്യനായി ദാസനായി ഈ ഭൂമിയിൽ സകലരാലും അവഹേളിക്കപ്പെട്ടിട്ട് ഞാൻ എന്ത് പരാതിയാണ് നിന്നോട് പറഞ്ഞേ? ലോകം മുഴുവൻ എന്നെ ശപിച്ചിട്ടും, എന്റെ മുഖത്ത് തുപ്പിയിട്ടും, എന്നെ കുരിശിൽ തറച്ചിട്ടും, എന്നെ ശവക്കല്ലറയിൽ അടക്കം ചെയ്തിട്ടും ഞാൻ നിന്നോട് എന്ത് പരാതിയാ മകനെ, മകളെ പറഞ്ഞത്? ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു. മകനെ, മകളെ, നീ വാ, നീ വാ, നിന്റെ പാപം വിട്ട് വിശുദ്ധിയിലേക്ക് കടന്നു വാ, നിന്റെ തിന്മ വിട്ട് വിശുദ്ധിയിലേക്ക് കടന്നു വാ, നിന്റെ ആകൃത്യം വിട്ട് വിശുദ്ധിയിലേക്ക് കടന്നു വാ എന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവേ, ഇന്ന് ഞാൻ എന്റെ പാപം വിട്ട് വിശുദ്ധിയിലേക്ക് വരികയാ, എന്റെ ആകൃത്യങ്ങളെ മറന്ന് ഞാൻ എന്നെ വിശുദ്ധിയിലേക്ക് കടന്നു വരികയാ. ഈ ലോകത്തിന്റെ മ്ലേച്ഛതകൾ എനിക്ക് വേണ്ട, ഈ ലോകത്തിന്റെ തിന്മകൾ എനിക്ക് വേണ്ട, ഈ ലോകത്തിന്റെ സുഖങ്ങൾ എനിക്ക് വേണ്ട. എന്റെ യേശു എനിക്ക് മതി, എന്റെ യേശു എനിക്ക് മതി, എന്റെ യേശു എനിക്ക് മതി, എന്റെ യേശു മാത്രം എനിക്ക് മതി എന്ന് പ്രാർത്ഥിക്കുക.